എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. പെൻഷൻ വിതരണം ഇന്നേ ദിവസം ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ 60 ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. 49,20,067 സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1,600 രൂപ വീതം നൽകുവാൻ 723 കോടി 56,16,400 രൂപയും കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള NSAP ഗുണഭോക്താക്കളായ 8,46,456 ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള NSAP വിഹിതം നൽകുന്നതിന് വേണ്ടി 24 കോടി 30,89,800 രൂപയും ധനകാര്യ വകുപ്പ് നൽകി കഴിഞ്ഞു. 26,14,214 പേർക്ക് പെൻഷൻ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത്. 23,653 പേർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 26 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 4-ാം തീയതി പൂർത്തിയാക്കുവാനാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുവാനായി നേരത്തെ ധനകാര്യ വകുപ്പ് 817 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6,250 കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര അനുമതി ലഭിച്ചതോടുകൂടി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസ് വഴി 7,139 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഈ ഫണ്ട് ലഭിച്ചതോടുകൂടിയാണ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1,600 രൂപ വീതമുള്ള പെൻഷൻ തുക എത്തിത്തുടങ്ങിയത്. പെൻഷൻ തുകയിൽ കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെയൊക്കെ ഇടവേളയ്ക്ക് ശേഷം ഈ കേന്ദ്ര വിഹിത തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. വീടുകളിൽ സഹകരണ ജീവനക്കാർ എത്തി നേരിട്ട് പെൻഷൻ വിതരണം നടത്തുന്നതാണ്. വെള്ളിയാഴ്ച മുതൽ ഇത്തരത്തിൽ പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നതായിരിക്കും. മാർച്ച് 23-ാം തീയതിയായിരുന്നു ഒരു പെൻഷൻ ഗഡു കൂടി അനുവദിച്ചുകൊണ്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത്. വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നതെങ്കിലും 26 ബുധനാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 26 ലക്ഷത്തിലേറെ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നത്. വരുന്ന ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. കുടിശ്ശികയായിട്ടുള്ള 4,800 രൂപയുടെ വിതരണം കാലാവധി ഏപ്രിൽ മുതൽ ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3,200 രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് സർക്കാർ കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്താത്തവർ വിഷമിക്കേണ്ടതായിട്ടില്ല. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെയോ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും അധികം വൈകാതെ എത്തിച്ചേരുന്നതായിരിക്കും. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളവർ അക്കാര്യം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.